മാതാ അമൃതാനന്ദമയി, കേരളത്തിൻ്റെ അമ്മ, ഇന്ത്യയുടെ അമ്മ, ലോകത്തിൻ്റെ അമ്മ. വള്ളിക്കാവിലെ അമൃതപുരിയിൽ നിന്ന് അമ്മയായി വളർന്ന് പടർന്ന് പന്തലിച്ച മാതാ അമൃതാനന്ദമയി അക്ക സുധാമണി ഇടമണ്ണേൽ അക്ക കടപ്പുറം സുധാമണി. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിരിക്കും കേട്ടോ ഈ കടപ്പുറം സുധാമണി എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ ഇവരുടെ കേസിൽ അത് പറയാം. ഞാൻ ഇതിനു മുമ്പും മാതാ അമൃതാനന്ദമയിയെക്കുറിച്ചും അവരുടെ മഠത്തിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് 2022. ഓക്കെ, ആ വീഡിയോനകത്ത് അന്ന് ഈ നരബലി പോലത്തെ പരിപാടികൾ കേരളത്തിൽ കേസുകൾ വന്നു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് അന്വേഷണങ്ങൾ നടക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടന്ന ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട, എന്നാൽ അതൊക്കെ ആത്മഹത്യ എന്നുള്ള രീതിയിലേക്ക് എഴുതിത്തള്ളപ്പെട്ട കുറേയധികം മരണങ്ങൾ, ഇതിന് പിന്നിൽ എന്തുകൊണ്ട് ഒരു അന്വേഷണം നടത്തിയിട്ടില്ല? അന്തേവാസികളായിട്ടുള്ള പലരും പുറത്ത് വന്നതിന് ശേഷം ഇപ്പോൾ ബ്രിട്ടാസിനൊരു ഫോറിൻ ലേഡി കൊടുത്ത ഇൻ്റർവ്യൂ ഒക്കെ ഇപ്പോഴും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷേ കാര്യമില്ല, മണി പവർ, മസിൽ പവർ, പൊളിറ്റിക്കൽ പവർ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഈ ആത്മീയ നേതാവ് ഇയാൾ ദൈവം കേരളത്തിൽ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. മീഡിയാസ് ഉണ്ടാതിരിക്കും, കാരണം മീഡിയാസിന് നല്ല രീതിയിലുള്ള ഫണ്ട് കിട്ടുന്നുണ്ടാവും, കാരണം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അമൃതയ്ക്കുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് വയ്ക്കാം. നാരായണൻ KP, ഈ വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ വയ്ക്കുന്നത്. അമൃതാനന്ദമയി മഠത്തിലെ ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ വ്യക്തി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്ത് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി അമൃതാനന്ദമയി മഠത്തിലായിരുന്നു വർഷങ്ങളോളം. അതിനുശേഷം അവിടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായപ്പോൾ അവിടുന്ന് പുറത്താക്കപ്പെട്ടു. ആൻഡ് ഇപ്പോൾ ലോകമറിയണം, ജനങ്ങളറിയണം എന്നുള്ളതുകൊണ്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇദ്ദേഹം വീഡിയോസ് ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. എത്ര ദിവസം ഈ ചങ്ങാതി വീഡിയോ ചെയ്യും, ഇയാൾ എത്ര ദിവസം ജീവനോടുകൂടി ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. ഞാനെന്ന മാതാ അമൃതാനന്ദമയിയെക്കുറിച്ച് 2022 വീഡിയോ ചെയ്ത സമയത്ത് അതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു, മോനെ നീ സൂക്ഷിച്ചോ, ചില്ലറ കളിയൊന്നുമല്ല, തീർക്കും തീരും, പല രീതിയിലുള്ള കമൻസ് ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ തീർക്കും തീരും എന്നുള്ളതിൽ പ്രത്യേകിച്ചൊരു പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോസ് ചെയ്യും. അങ്ങനെയൊക്കെ തീർന്നു പോകണമെങ്കിൽ തീർന്നു പോട്ടെ, രണ്ട് പറഞ്ഞിട്ട് ആരെങ്കിലും ഒന്ന് തീർക്കുകയാണെങ്കിൽ തീർത്തോട്ടെ, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഞാൻ ആരോടും ഇങ്ങനെ കമ്മിറ്റ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല, ഇത്ര വയസ്സ് വരെ ജീവിക്കാം എന്നൊക്കെ. കാര്യം പറഞ്ഞിട്ട് ആരെങ്കിലും ഒന്ന് തീർത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർത്തിട്ട് പോകുന്നവനെ തീർക്കാൻ വേറെ കുറേ ആൾക്കാർ കാണുമായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും മാതാ അമൃതാനന്ദമയി അക്ക സുധാമണി ഇടമണ്ണേൽ അക്ക കടപ്പുറം സുധാമണി എന്ന അമൃതാനന്ദമയി അമ്മ, ഞാൻ അന്ന് ചെയ്ത വീഡിയോൻ്റെ ചെറിയൊരു പോർഷൻ ഞാനിവിടെ എന്താണെങ്കിലും പ്ലേ ചെയ്ത് വെക്കാം, എന്നിട്ട് നമുക്ക് ആ വ്യക്തി സംസാരിച്ചതിലേക്ക് പോവാം. വള്ളിക്കാവിലെ കോർപ്പറേറ്റ് ദേവി സുധാമണി മരിച്ചു കഴിഞ്ഞാൽ സ്വയം കല്ലായി മാറും ഞാൻ എന്ന് പറഞ്ഞ നമ്മുടെ അമൃതാനന്ദമയി അമ്മ എന്ന് പറഞ്ഞ വാക്ക് ഇവർ ഭയങ്കരമായിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അമ്മ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഏതൊരാൾക്കും, ലോകത്തിൽ ഏതൊരു മനുഷ്യനും അമ്മ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സ്നേഹം, അഫെക്ഷൻ, വികാരം, ആ ഒരു വാക്കിനോട് മദർഹുഡ്, മദർ, അമ്മ, ഏത് ഭാഷയിലാണെങ്കിലും അതിന് ഭയങ്കര വാല്യൂ ആണ്. ഭയങ്കര ഒരു, നമ്മൾ ഏത് മനുഷ്യനാണെങ്കിലും ആൺ പെൺ വ്യത്യാസമില്ലാതെ ആരാണെങ്കിലും, മൃഗങ്ങളിലാണെങ്കിൽ പോലും അമ്മയോടുള്ള സ്നേഹം ഭയങ്കരമാണ്. സോ അത് നന്നായിട്ട് അവർ യൂസ് ചെയ്തു. ഞാൻ അമ്മയാണ്, സുധാമണി എല്ലാവരുടെയും അമ്മയാണ്. നക്കി രോഗം മാറ്റിയിരുന്നു ഒരു കാലത്ത്. കണ്ണിലൊക്കെ നക്കിയിട്ട് കാറ്ററാക്റ്റും അങ്ങനത്തെ അസുഖങ്ങളൊക്കെ മാറ്റിയ സുധാമണി, കെട്ടിപ്പിടുത്തം, ചാടിക്കളി, ഒരാൾ ദൈവം ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ തക്കട തരികിട പരിപാടിയും നമ്മുടെ സുധാമണി കാണിച്ചിട്ടുണ്ട്. അലിയാസ് അമൃതാനന്ദമയി അമ്മ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ കറക്റ്റ് പക്ക ബിസിനസ്. കാലം മാറുമ്പോൾ അമ്മയും മാറണ്ടേ, അമൃതാനന്ദമയി മാറി, കോർപ്പറേറ്റ് ദേവിയായി മാറി. ഇപ്പം അതാ നരേന്ദ്രമോദി വന്നവരെ കാലിൽ വീണ് കെട്ടിപ്പിടിക്കല്. എന്തൊരവസ്ഥയാണ് ഇത്, ഒന്ന് ആലോചിച്ച് നോക്ക്. ബൈ ദ വേ, നമ്മുടെ വള്ളിക്കാവിലെ കോർപ്പറേറ്റ് ദേവീനെ കുറിച്ചിട്ട് അവരുടെ തന്നെ അന്തർവാസിയായിരുന്ന ഒരു ഫോറിൻ ലേഡി, ഗെയിൽ ട്രെഡ്വെൽ എന്ന് പറഞ്ഞിട്ട്, അവരൊരു ബുക്ക് എഴുതിയിട്ട് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അമൃതാനന്ദമയി മഠവും അത്ര വലിയൊരു കുറഞ്ഞ സംഭവമൊന്നും അല്ല.
കാലാകാലങ്ങളായിട്ട് ഒന്നോ രണ്ടോ അപകട മരണമോ അല്ലെങ്കിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സൂയിസൈഡുകളോ ഒന്നും അന്വേഷിച്ചിട്ടില്ല ഇതുവരെ. മീഡിയയ്ക്കും ഇവിടുത്തെ പേപ്പറുകാർക്കും കിട്ടുന്ന ആഡ് കുറഞ്ഞു പോകും അമൃതയുടെ. അമൃത ഹോസ്പിറ്റൽസ്, അമൃത എഡ്യൂക്കേഷൻ, അങ്ങനെ അമൃതയിൽ നിന്ന് വരുന്ന പ്രൊമോഷൻ ആൻഡ് ആഡുകൾ അത് മേടിച്ചിട്ടാണോ? ഇപ്പം അടുത്ത കാലത്ത് എങ്ങാണ്ട് ഒരു പേപ്പറിൽ ഞാൻ കണ്ടു, ഒരു സൈഡിൽ അനാചാരം അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ അപ്പുറത്തെ സൈഡിൽ അമൃതാനന്ദമയിൻ്റെ കഴുത്ത് കൂടി മാലിട്ട് കൊടുക്കണം. എന്തുവാണ് ഇത്? അപ്പോൾ വൈദ്യുതി നമുക്കിങ്ങനെ ഇനി നോക്കേണ്ടത് അമൃതാനന്ദമയി മഠത്തിനെ ചുറ്റിപ്പറ്റി നടന്ന ഈ സൂയിസൈഡുകളും കാര്യങ്ങളും, അതിലെ ആളുകളുടെ പേര്, ഒന്നോ രണ്ടോ ആളുകളല്ല, അതിൻ്റെ വർഷം, അതിൻ്റെ കാര്യകാരണങ്ങൾ നമുക്കൊന്ന് നോക്കാൻ പോകും. ആ വീഡിയോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണ്. വേണമെങ്കിൽ രാത്രി ഞാൻ കമ്മ്യൂണിറ്റിയിലിടാം, സമയം പോലെ നിങ്ങൾ ഇരുന്ന് കണ്ടാൽ മതി. അതിനകത്ത് എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ് വെച്ച് കുറേ അധികം പേരുകളുണ്ട്. ഓക്കെ, അവിടെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ: സുഭകൻ, അമൃതാനന്ദമയി അമ്മയുടെ ബ്രദർ, പിന്നെ നാരായണൻ കുട്ടി, ഭാസ്കരദാസ്, പ്രദീപ് കുമാർ, ദുരന്തർ, സിനിമയല്ല ദുരന്തർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിസിറ്റർ ഫ്രം എ റോയൽ ബാക്ക്ഗ്രൗണ്ട്, 1998 ഉള്ള മരണം സംഭവിക്കുന്നത്. എബിൻ കരോലീൻ, രാമാനന്ദ അയ്യർ, സിദ്ധരാമൻ, സത്നാം സിംഗ്, 2012 സത്നാം സിംഗ്, സ്റ്റുഡൻറ്റ് ഫ്രം ബീഹാർ. ഓക്കെ, പിന്നെ ഇത് മാത്രമല്ലാതെ ഈ ആശ്രമത്തിൻ്റെ സൈഡിലുള്ള തിട്ടകളിൽ വന്നടിയുന്ന നിരവധി അനവധി ശവശരീരങ്ങൾ. അങ്ങനെ പോവാണ് ഈ ഒരു മഠത്തിനെ ചുറ്റിപ്പറ്റി ഈ ദ സോ കോൾഡ് കോർപ്പറേറ്റ് ദേവി, എല്ലാവരുടെയും അമ്മയായ സുധാമണിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സുധാമണിയുടെ ദ സോ കോൾഡ് ആശ്രമത്തിനെ കുറിച്ചുള്ള ദുരൂഹതകളും. അപ്പോൾ എന്താണെങ്കിലും ഈ ആശ്രമത്തിലെ അന്തേവാസി എന്ന് പറഞ്ഞു വന്ന ഈ വ്യക്തിയുടെ വീഡിയോസിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഇയാൾ എന്തൊക്കെയാണ് പറയണതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ 28 വർഷം മാതാ അമൃതാനന്ദമയി മഠത്തിലെ അന്തേവാസിയായിരുന്നു. 2025 ഏപ്രിൽ 1 എൻ്റേതല്ലാത്ത കാരണത്താൽ എനിക്ക് ആശ്രമം വിട്ട് പുറത്തു വരേണ്ടി വന്നു. 2024 മെയ് 30 രാത്രി 12:15 മുതൽ 12:37 വരെ ഞാനും അമ്മയും തമ്മിൽ ഫോണിലൂടെ ചില വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഒരു കാര്യം ഞാനിവിടെ വിശദീകരിക്കാം. അതായത്, ആശ്രമത്തിലെ ബ്രഹ്മചാരിണികളുടെ മാതാപിതാക്കൾ മരിച്ചിട്ട് അവരുടെ അന്ത്യകർമ്മത്തിന് പോകുമ്പോൾ ഒരു 10,000 രൂപയെങ്കിലും കൊടുക്കണം എന്നായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞത്. അത് കാരണമാണ് അമ്മ രാത്രി എന്നെ ഫോൺ വിളിച്ചത്. അപ്പോൾ അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യം ഇതാണ്: അങ്ങനെ ബ്രഹ്മചാരികൾക്ക് ആശ്രമത്തിൽ നിന്നും പൈസ കൊടുക്കാൻ നിയമമില്ല, ഞാൻ ആരെയും നോട്ടീസ് അടിച്ച് വിളിച്ചിട്ടില്ല, ഇവിടുന്ന് പോവേണ്ടവർക്ക് പോവാം എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അതിനെക്കുറിച്ച് കുറേ വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. പിന്നെ ഒരു വർഷക്കാലത്തോളം, ഏകദേശം 9-10 മാസത്തോളം എന്നെ പല രീതിയിലും പീഡിപ്പിച്ചു കൊണ്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ആശ്രമത്തിലെ അന്തേവാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ 2025 മാർച്ച് 29 അമ്മ എന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞു, നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2025 ഏപ്രിൽ 1 ആശ്രമം വിട്ട് പുറത്തു വന്നത്. ഞാൻ ആശ്രമം വിട്ട് പുറത്തു വന്നതിൻ്റെ അടുത്ത ദിവസം എൻ്റെ പേരിലുണ്ടായിരുന്ന കാലാവധി തികയാതെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കുമായി ഒത്ത് ആശ്രമം എടുത്തു. എൻ്റെ പേരിൽ മാത്രമല്ല, അങ്ങനെ ആശ്രമത്തിലെ 600 അന്തേവാസികളുടെ പേരിൽ 300 കോടി രൂപ 1-2 ബാങ്കിലായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് 9,000-ഓളം ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസീപ്റ്റും 6,000-ഓളം ബാങ്ക് ചെക്കും ഒപ്പിട്ട് ആശ്രമത്തിൻ്റെ അലമാരയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ അന്തേവാസികളുടെ പാൻ കാർഡും ആധാർ കാർഡും എല്ലാം വാങ്ങി വെച്ചിരിക്കുകയാണ്. ധർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോ, ഒരു സാധാരണക്കാരന് വേണമെങ്കിൽ ഒരു തെറ്റ് ചെയ്യാം, അവർ അഴിമതി നടത്തിയെന്ന് വരും, ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്ന് വരാം, ഒരു ഉദ്യോഗസ്ഥനും നടത്തിയെന്ന് വരാം. പക്ഷേ ധർമ്മത്തെക്കുറിച്ച് പറയുന്നവർ, ധർമ്മം സ്ഥാപിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയുന്നവർ ഗവൺമെന്റിനെ വഞ്ചിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതായത് ഈ വ്യക്തി ആദ്യം അവിടെ ഉണ്ടായിരുന്ന വ്യക്തി
പിന്നെ ലേറ്റർ ഓൺ അയാൾ അവിടുന്ന് പുറത്താക്കുന്നു. അതിൻ്റെ ഒരു നറേഷനാണ് അയാൾ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ അന്തേവാസികളുടെ പേരിലിടുന്ന ഡെപ്പോസിറ്റുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, അതിൻ്റെ കംപ്ലീറ്റ് അതോറിറ്റി ഈ പറഞ്ഞ ആശ്രമവും അമൃതാനന്ദമായി അമ്മയും കൈക്കലാക്കി വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഈ ഡെപ്പോസിറ്റുകൾ എന്തിന്, ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എന്തിന് ഇവരെ പേരിലിടുന്നു? ഇത് ഏത് രീതിയിലുള്ള മോൾ പ്രാക്ടീസാണ് ഇവിടെ നടക്കുന്നത്? ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ ഇപ്പോൾ ഒരു ആശ്രമമാകുമ്പോൾ അവിടെ പല സ്ഥാപനങ്ങളുണ്ടാവും ആശ്രമത്തിൻ്റെ കീഴിൽ, അവിടെയൊക്കെ പണിയെടുക്കുന്ന ആളുകളുണ്ടാവും. സെൽഫ് സർവീസ്, ലൈക്ക് എന്താ പറയുക, സെൽഫായിട്ട് അവർ വില്ലിങ് ആയി ഒരു ഫ്രീ സർവീസാണ്, സെൽഫ് ഫ്രീ സർവീസ് ആയിട്ടാണ് ഇങ്ങനത്തെ പല ആത്മീയ കേന്ദ്രങ്ങളിലും ആത്മീയ നേതാക്കൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക ആൾ ദൈവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പലരും വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പുട്ടവർത്തി പോലെയുള്ള സ്ഥലങ്ങളിൽ സായിബാബയ്ക്ക് വേണ്ടി ഇപ്പോഴും വർക്ക് ചെയ്യാൻ പോകുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നും പോയവരൊക്കെ ഉണ്ട്, ഞാൻ എന്തായാലും പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവർക്ക് വേണ്ടി സെൽഫ്ലെസ്സായി ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ആളുകളുടെ പേരിലടക്കം ഡെപ്പോസിറ്റുകൾ ഇട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് വെച്ച് ഈ ട്രസ്റ്റ് എന്ത് ചെയ്യുന്നു? അതും ചെറിയ എമൗണ്ട് അല്ല, കോടികളാണ് ഇദ്ദേഹം പറയുന്നത്. ആൻഡ് ഇദ്ദേഹം തന്നെ ഈ വീഡിയോയുടെ നെക്സ്റ്റ് ഫേസിൽ പറയുന്നുണ്ട്, കൃത്യമായിട്ട് ഇദ്ദേഹം കേസ് കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചു, പോലീസിന് മൊഴി കൊടുത്തു, FIR പോലും ഇടാൻ പോലീസുകാർ തയ്യാറായില്ല. അതെന്താ? വള്ളിക്കുന്നിലെ കോർപ്പറേറ്റ് ദേവിക്ക് അത്ര പേടിയാണോ കേരള പോലീസിന്? ഗവൺമെൻറ്റിൽ നിന്ന് ടാക്സ് വെട്ടിക്കാനും ഗവൺമെൻറ്റിനെ കണ്ണിൽ പൊടിയിടാനും ഖജനാവിലേക്ക് പോകുന്ന പൈസയ്ക്കും ഇതിന്നൊക്കെ വെട്ടിപ്പും തട്ടിപ്പും നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്രക്രിയ ആയിട്ടാണോ അന്തേവാസികളുടെ പേരിൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇട്ടുകൂട്ടുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടേ തിരിച്ച്? ഞാൻ എൻ്റെ ഈ പണം ഫിക്സഡ് ഡിപ്പോസിറ്റ് എടുത്തതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു, SP കൊടുത്തിരുന്നു, മനുഷ്യാവകാശ കമ്മീഷനും കൊടുത്തിരുന്നു. എൻ്റെ മൊഴി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയുമിരുന്നു. പക്ഷേ FIR ഒന്നും ഇട്ടിട്ടില്ല. കാരണം സമ്പന്നർക്കെതിരെ എന്തെങ്കിലും പരാതി കൊടുത്താൽ ഇന്നത്തെ കാലത്ത് സാധാരണക്കാരന് നീതി കിട്ടുമോ? അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷേ ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയാകേണ്ട കാര്യമാണ്. ഇതിൻ്റെ ഉള്ളറകൾ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അതെല്ലാം ലോകം ചർച്ച ചെയ്യേണ്ടി വരും. സത്യം ഈ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, ബൈ എനി ചാൻസ് ഈ വ്യക്തിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അമൃതാനന്ദമായി മഠത്തിലായിരുന്നു എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾ ഈ പോലീസിലേക്ക് കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണിക്കാം. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഈ വെർബലി ഒന്ന് പറയുന്ന സമയത്ത് നമുക്കത് കംപ്ലീറ്റ്ലി എൻഡോസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കംപ്ലീറ്റ്ലി എൻഡോസ് ചെയ്യാൻ പറ്റില്ല. കാരണം നാളുകളിൽ ഇതേ അമൃതാനന്ദമായിട്ട് ടീം വന്നിട്ട് ഇയാൾ വല്ല മറ്റേ രോഗിയാണ്, മാനസിക രോഗിയാണ്, അല്ലെങ്കിൽ ഇയാൾ അവിടുന്ന് പൈസ അടിച്ച് കൊണ്ടുവന്നതാണ്, ഇയാളാണ് ഫ്രോഡ്, ഇയാളവിടെ ചാടിപ്പോകുന്നതുകൊണ്ട് ഇപ്പോൾ മഠത്തിനെതിരെ തിരിഞ്ഞതാണ്, അങ്ങനത്തെ പല ക്ലെയിമുകളും അവർക്ക് നടത്താം, പല കാര്യങ്ങളും അവർക്ക് നിങ്ങൾക്കെതിരെ കൊണ്ടുവരാം. അപ്പോൾ അതൊക്കെ വരുന്നതിന് മുമ്പ് ദിവസത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ ദയവ് ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ പ്രൂഫുകൾ വയ്ക്കുക. കുറച്ച് നേരത്തെ ഒരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് കണ്ടു. അത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടി വന്നത്. അയാൾ അതിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പ്രസ്സിലായിരുന്നു സേവനം ചെയ്തത്, എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ പണമിട്ടത് എന്നാണ്. ഇദ്ദേഹത്തിന് ആരോ എഴുതി കൊടുത്തിട്ടാണ് അദ്ദേഹം ആ വാർത്ത ചെയ്തിരിക്കുന്നത്. ഞാൻ പ്രസ്സിൽ ഒരു ഉത്തരവാദിത്വം വഹിച്ചിട്ടില്ല. പ്രസ്സിലാണ് ഞാൻ 24 വർഷം സേവനം ചെയ്തത്. പക്ഷേ പണം കൈകാര്യം ചെയ്യുന്ന കാര്യമോ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളെ 600 ബെമ്മയാരിണികളുടെ പേരിലും ആശ്രമം ഡിപ്പോസിറ്റ് ചെയ്തത് ഞങ്ങളെ ഓരോ സ്ഥലത്തും ജോലിക്കാരായി നിശ്ചയിച്ചിട്ടാണ്. ഞാൻ പ്രസ്സിലാണ് സേവനം ചെയ്തതെങ്കിലും 2019 എന്നെ ആശ്രമത്തിലെ വേണ്ടപ്പെട്ടവർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എറണാകുളത്തുള്ള ഫാർമസിയിലെ സൂപ്പർവൈസറാണ്, നിങ്ങൾക്ക് ശമ്പളം 60,000 നിങ്ങളുടെ കീഴിൽ 6 പേരുണ്ട്, അവരുടെ പേരും ഒരു കടലാസിൽ എഴുതി തന്നിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ എന്തെങ്കിലും അന്വേഷണം വന്നാൽ ഇങ്ങനെ പറയണമെന്ന് എന്നോട് ആശ്രമത്തിൻ്റെ പറഞ്ഞിരുന്നു. ഇത് എന്നോട് മാത്രമല്ല, ഞങ്ങളെ 4 പേരെ വിളിച്ചിട്ടാണ് ആശ്രമത്തിലെ അധികൃതർ ഓരോരാളോടും പറഞ്ഞത്. ഓരോരാളോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇന്ന സ്ഥാപനത്തിലാണ്, ഇന്ന് ഇത്ര ശമ്പളമാണ് എന്ന് പറയണമെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇത് 2019 പറയുന്നത്. അങ്ങനെ ഓരോരാളെയും ഓരോ സ്ഥലത്ത് ജോലിക്ക് കാണിച്ച് അവർക്ക് ശമ്പളം കൊടുക്കുന്നതായി ഞങ്ങളുടെ അടുത്ത് ബ്ലാങ്ക് ചെക്ക് ഒപ്പ് വാങ്ങിച്ച് ആശ്രമം തന്നെ
ആ പണം എടുക്കാറാണ്. അങ്ങനെയാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തത്. ഇത് ഗവൺമെന്റിനെ വഞ്ചിക്കാൻ, ടാക്സ് വഞ്ചിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. അതിന് മറച്ചു പിടിക്കാൻ വേണ്ടി എൻ്റെ പേരിൽ മാത്രമാണ് ഇട്ടത്, ചില ഉത്തരവാദിത്തമുള്ളവരുടെ പേരിൽ ഇങ്ങനെ ഇടാറുണ്ടെന്നൊന്നും കാണിക്കണ്ട. ഗവൺമെന്റ് ഒരു അന്വേഷണം വന്നാൽ അറിയാൻ പറ്റും. 600 പേരുടെ പേരിലും ഇട്ടിട്ടുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഒരേ നമ്പറാണ്. എല്ലാ അക്കൗണ്ടിനും ഒരു നമ്പർ കൊടുത്താൽ അത് ബിനാമി അല്ലാതെ പിന്നെന്താണ്? സർക്കാർ ഉടനടി ഇതെല്ലാം അന്വേഷിക്കുകയാണ് വേണ്ടത്. അല്ലാതെ എന്തെങ്കിലും പോച്ച കള്ളത്തരം ജയിക്കില്ലെന്ന്, സത്യമേ ജയിക്കൂ. സത്യം തുറന്നു പറയൂ. അപ്പോൾ ഓരോരുത്തരുടെ പേരിലും ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് അവരെല്ലാം ജോലിക്കാരായി കാണിച്ചിട്ടാണ്. ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്രോതസ് കാണിക്കണം. കാണിച്ചിരിക്കുന്ന ജോലിക്കാർ എല്ലാവരും ജോലിക്കാരായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ശരി, ആഹാ, ഉപദേശം മുമ്പിക്കലോ ഒപ്പോ ഉള്ളാലോ. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അമ്മ ചെയ്യുന്ന ഈ പരിപാടിയോ സർക്കാരിൽ നിന്ന് വമ്പന്മാരുടെ ബ്ലാക്ക് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ ഈ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്? ഞാൻ പറയുമ്പോൾ ED അന്വേഷണം വരണം. സർക്കാരിന് ഇത് ഏറ്റെടുക്കാനുള്ള ഗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ LDF സർക്കാർ എന്തായാലും ഇറങ്ങി പോകാനായി. പോണ സമയത്ത് പറയാൻ പറ്റില്ല, ഈ പിണറായി വിജയനൊക്കെ പിൻവാതിലിലൂടെ ഇനിയിപ്പോൾ അമ്മയുടെ ആശ്രമത്തിൽ വന്ന് പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ലടേ. കാരണം അയാൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരു തികഞ്ഞ ഭക്തനായിട്ടാണ്, തികഞ്ഞ അന്ധവിശ്വാസിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇയാൾ ചിലപ്പോൾ അവിടുത്തെ സ്ഥിരം ആളായിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അന്വേഷണമോ കാര്യങ്ങളോ നടക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് വലിയ ഉറപ്പൊന്നുമില്ല. എന്തായാലും സെൻട്രൽ ഏജൻസീസ് കയറാൻ ഒരു വഴിയില്ല. കാരണം മോദി വന്ന് കാലിൽ വീഴുന്നു പോകുന്ന സ്ഥലമല്ലേ, അപ്പോൾ അവരെ നോക്കണ്ട. പക്ഷേ ഈ രീതിയിലുള്ളൊരു തട്ടിപ്പ്, ഇത്രയും മാസീവായിട്ടുള്ളൊരു തട്ടിപ്പ്, ഈ തട്ടിപ്പ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും അമൃത ട്രസ്റ്റിലേക്ക് വരുന്ന പൈസ മാത്രമോ, അല്ലെങ്കിൽ അമൃതയുടെ ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നൊക്കെ, ഹോസ്പിറ്റൽസിൽ നിന്നോ TVയിൽ നിന്ന് വരുന്ന ഒരു പൈസ മാത്രമാവില്ല അവർ ഈ ബൈപ്പാസ് ചെയ്യുന്നത്. പല പ്രമുഖർക്കും വേണ്ടിയിട്ടുള്ള പൈസകൾ ബൈപ്പാസ് ചെയ്ത് ഇതേപോലെ പലരുടെ പേരിലും. അന്തേവാസികൾ എന്താണെങ്കിലും സെൽഫ്ലെസ് ഫ്രീ ആയിട്ടുള്ള വർക്കാണ്. അവർക്കിപ്പോൾ പൈസേൻ്റെ കാര്യങ്ങളോ പൈസേൻ്റെ കണക്കോ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അവർ ഓരോ പൊസിഷനിലേക്ക് ഇട്ട് കൊടുത്ത് ഓരോ ഇതിൻ്റെ ആളാന്ന് പറയുന്നു, സാലറി കൊടുക്കുന്ന പോലെ കൊടുക്കുന്നു. നൈസ് മൂവ്. 25 വർഷം അമ്മയ്ക്ക് ഹാർമോണിയം വായിച്ച ഒരു ബ്രഹ്മചാരി കഴിഞ്ഞ വർഷം ആശ്രമം വിട്ടുപോയി. അയാൾ ആശ്രമം വിട്ടു പോയപ്പോൾ പണം അപഹരിച്ചാണ് പോയതെന്ന് പറഞ്ഞ് അയാളുടെ പേരിൽ കള്ളക്കേസിട്ട് FIR ഇട്ടു. അതുപോലെ തന്നെ 30 വർഷം ആശ്രമത്തിൽ നിന്നിട്ടുള്ള ഒരു സന്യാസിനി, അവർ കഴിഞ്ഞ വർഷം ആശ്രമം വിട്ടുപോയി. അവർ 10 വർഷം സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായിരുന്നു. അവർ പണം അപഹരിച്ചു എന്ന് പറഞ്ഞ് 90 ദിവസം അവരെ ജയിലിൽ കിടത്തി. ഇങ്ങനെ അധികാരവും പദവിയും ഉപയോഗിച്ച് തൻ്റെ ശിഷ്യന്മാരെ ജയിലിൽ കിടത്തിയിട്ടുള്ള ഒരു മഹാത്മാവിനെയും നമ്മുടെ ഭാരത ചരിത്രത്തിൽ കാണാൻ കഴിയുകയില്ല. 30 വർഷം തൻ്റെ ശിക്ഷണത്തിൽ നിർത്തിയിട്ടും അവർക്ക് പണം അപഹരിക്കാനാണ് തോന്നിയിട്ടുള്ളെങ്കിൽ തൻ്റെ ശിക്ഷണം അവർക്ക് ഉപകാരപ്പെട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സ്വന്തം ശിഷ്യന്മാരെ പോലും രക്ഷിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ ലോകത്തിന് സമാധാനം പകരാൻ കഴിയും? ഇവരൊക്കെ എല്ലാം സമർപ്പിച്ചിട്ട് അമ്മയുടെ അടുത്ത് വന്നതാണ്. ഇനി അഥവാ എന്തെങ്കിലും അപാകത അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മറക്കാനും പൊറുക്കാനുമല്ലേ കഴിയേണ്ടത്? ക്ഷമയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്നും ക്ഷമയില്ലാത്തവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രനെന്നും അമ്മയുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പെർഫ്യൂം ഫാക്ടറിയിൽ പോയാൽ അതിൻ്റെ സ്മെല്ലായിരിക്കും ഒരാൾക്കുണ്ടാവുക. കൽക്കരി ഫാക്ടറിയിൽ പോയാൽ അയാളുടെ ദേഹമാകെ കരിപുരളും. അമ്മയ്ക്ക് 25 വർഷം ഹാർമോണിയം വായിച്ച ഒരാൾക്ക് പണം അപഹരിക്കാനുള്ള മനസ്സാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് സംസർഗം കൊണ്ട് വന്നതല്ലേ, മറ്റെന്താണ് ഇതിന് പറയാൻ കഴിയുക? തീട്ടം ചാരിയ തീട്ടം മുളക്കും, ചന്ദനം ചാരിയ ചന്ദനം മുളക്കും. അത് സുധാമണി എഴുതിയപ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് ക്രിസ്പായിട്ട് വേറെ രീതിയിൽ എഴുതിയതായിരിക്കും, മാന്യമായിട്ട്. ആക്ച്വലി ഈ വ്യക്തിയുടെ ഈ ക്ലെയിമുകൾ ഞാൻ അഗൈൻ പറയുന്നു, ഇതിൽ ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഈ പണം അടിച്ചുകൊണ്ട് പോയി എന്ന പേരിൽ ഇവരെയൊക്കെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കേസാക്കി വിഷയമാക്കി എന്നുള്ളത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ 20 വർഷം 25 വർഷം 30 വർഷമായിട്ട് ആശ്രമത്തിലുള്ള ആളുകളാണ്. അവിടെ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും അറിയുന്ന ആളുകളായിരിക്കും. സോ അവരെ ഒന്ന് പേടിപ്പിക്കണം, അവരെ ഒന്ന് നിലയ്ക്ക് നിർത്തണം.
പുറത്തു പോയി കഴിഞ്ഞാലും അവർ ഇവരുടെ ചൊൽപ്പടിക്ക് വരണം, ആശ്രമത്തിൻ്റെ അണ്ടറിൽ തന്നെയായിരിക്കണം അവർ, വായ തുറക്കരുത് എന്നുള്ള രീതിക്ക് ഒരു ഭീഷണിയുടെ സ്വരമാണെങ്കിലോ? അല്ലെങ്കിൽ പിന്നെ ഇയാൾ പറഞ്ഞ പോലെ സാധനം അടിച്ചു മാറ്റി. പക്ഷെ അങ്ങനെയാണെങ്കിലും അടിച്ചു മാറ്റിയാലും സ്വന്തം ശിഷ്യന്മാരോട് ക്ഷമിച്ചും പുറത്തും കൊടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരമ്മ പിന്നെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് പ്രാർത്ഥിക്കൂ? ലോകത്തിലുള്ള ആൾക്കാർക്ക് നന്മ വിതറി കൊടുക്കൂ? ചോദ്യമല്ലേ? ഇപ്പോൾ ഈ 2 വർഷത്തിനുള്ളിൽ ഏകദേശം 4-5 പേര് 25-30 വർഷം നിന്നവർ ആശ്രമത്തിൽ നിന്ന് പോകേണ്ടി വന്നു. നമ്മൾ കാരുണ്യത്തെക്കുറിച്ച് പറയുകയും എന്നിട്ട് നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവരെ കല്ലെടുത്തെറിയുകയുമാണെങ്കിൽ അതിനെങ്ങനെ സഹിച്ചു നിൽക്കും? കേരളത്തിൽ കുറച്ച് വർഷം മുമ്പ് എല്ലാ ഹോസ്പിറ്റലുകളിലും നേഴ്സിംഗ് സമരമുണ്ടായിരുന്നു. അപ്പോൾ 2 നേഴ്സിംഗ് സമരക്കാരുടെ കാലടിച്ച് പൊട്ടിച്ച സംഭവം ഒരു കാരുണ്യ പ്രസ്ഥാനത്തിൽ മാത്രമാണ്. മറ്റൊരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ശമ്പളത്തിന് വേണ്ടിയാണ് എല്ലാവരും സമരം ചെയ്യുന്നത്. പക്ഷേ കാലടിച്ച് പൊട്ടിച്ചത് സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത വന്ന കാര്യമാണ്. അവരെ പണം കൊടുത്ത് കേസിൽ നിന്ന് രക്ഷിച്ച് അതിലൊരാൾ ഇപ്പോഴും അവിടെ പുറത്തു വിടാതെ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ ഇയാൾ കള്ളസ്വാമിയാണ്, ഇയാൾ അവിടുന്ന് പൈസ കട്ടിട്ട് പോയതാണ്, അല്ലെ ഇയാൾക്ക് പൈസ കിട്ടാത്തത് കൊണ്ട് പോയതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ കമൻ്റ് ഇടും. അത് തെറ്റൊന്നുമില്ല, ആളുകൾ എല്ലാം പ്രതികരിക്കും. പക്ഷേ യാഥാർത്ഥ്യം, ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് യാഥാർത്ഥ്യം അവിടെ എന്ത് നടക്കുന്നു എന്നറിയില്ലു. മനുഷ്യന് പണത്തിന് ഇത്രയും അത്യാഗ്രഹം ഉണ്ടാകുമോ? എന്നിട്ട് ആ പണം ഉപയോഗിച്ചിട്ട് സ്വന്തം ശിഷ്യന്മാർക്കെതിരെ കേസ് കൊടുക്കുക, അവരെ ജയിലിൽ കിടത്തുക, എന്നിട്ട് പൊട്ടിച്ചിരിക്കുക. ഈ ഒരു രാക്ഷസഭാവമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഒത്തിരി പേരുടെ പേര് കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം പണവും സ്വാധീനം പറയുന്നതിന് മുമ്പ് തന്നെ FIR ഇടാൻ തയ്യാറാവും. ഞാനൊരു പരാതി രേഖാമൂലം കൊടുത്തു, മൊഴിയും കൊടുത്തു, എന്നിട്ട് എൻ്റെ പരാതിയിൽ FIR ഇടാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെ ഒന്നല്ല, പറഞ്ഞാൽ തീരാതെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഐ ആം വെയിറ്റിംഗ്. പറയണം, പക്ഷേ വിത്ത് പ്രൂഫും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കുന്നതാണ് ഇദ്ദേഹത്തിനോട് പറയാനുള്ളത്. ഇനി ഇദ്ദേഹം പറഞ്ഞ ഈ നഴ്സുമാരുടെ സമരത്തിൻ്റെ വിഷയം 10-12 കൊല്ലം മുമ്പ് ഞാനിപ്പോൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയ സമയത്ത് അമൃത ഹോസ്പിറ്റലിൽ അന്ന് സ്ട്രൈക്ക് നടത്തിയ നഴ്സുമാരെ വിൻസെൻ്റ് എന്നുള്ള പേരുള്ള ഏതൊരു ഗുണ്ടയെ വെച്ച് മാനേജ്മെൻറ്റ് അടുപ്പിച്ചതും അതിലൊരു വ്യക്തിയുടെ കാല് ഒടിഞ്ഞ് കിടക്കുന്നതുമായിട്ടുള്ള വിഷ്വൽസൊക്കെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഞാനിവിടെ വയ്ക്കുന്നില്ല. പറഞ്ഞ കാര്യങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്നുണ്ടെങ്കിലും ദീസ് ആർ ഓൾ ഫാക്ട്സ്. ഓക്കെ, ഇയാൾ പറഞ്ഞ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫാക്ട്സാണ്. പക്ഷേ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ കാര്യങ്ങളും ഇദ്ദേഹം കേസ് കൊടുത്തു എന്ന് പറയുന്ന സ്കീമും ബാക്കി പരിപാടികളൊക്കെ ഇദ്ദേഹം തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ പറയുമ്പോൾ കുറച്ചും കൂടി പ്രൂഫുകൾ വെച്ച് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അല്ലാത്ത പക്ഷം ഈ വ്യക്തിയെ അടക്കം ഇവർക്ക് വളരെ സിമ്പിളായിട്ട് ലഹരിയുടെ ആളാണ്, കള്ളനാണ്, മാനസിക നില തെറ്റിയ ഒരാളാണെന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്താം. പിന്നെ കുറേ ബ്ലൈൻഡായിട്ടുള്ള വിശ്വാസികളുണ്ട് ഇവിടെ. ലൈഫ് സ്റ്റൈലാണ് ഈ അമൃതാനന്ദമായി ബാക്കി ടീംസൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആളെ ഉപദ്രവിച്ചൊരു പേഴ്സണൽ ലൈഫ് സ്റ്റൈലിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കോർപ്പറേറ്റ് ദേവി അവർ ഫേക്ക് ഫേസ് ഇട്ട് നടക്കുമ്പോൾ എന്തെങ്കിലും ഒരിക്കലും അത് പൊളിഞ്ഞു വീഴൂലോടെ. എപ്പോഴും ഒരു എന്താ പറയുക, ആൾ ദൈവത്തിന് എന്നും ആളായിട്ട് നടക്കാനൊന്നും പറ്റുമൊന്നുമില്ല. എപ്പോഴെങ്കിലുമൊക്കെ പൊളിഞ്ഞ് ചാടും. ഈ മുഖം കൂടിയും ചാടുമായിരിക്കും, ചാടണമല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഈ വ്യക്തിയുടെ കമ്മിങ് ഡേയ്സിലെ വീഡിയോസിന് ഞാൻ വെയിറ്റിംഗ് ആണ്. ഇയാൾ ഉണ്ടെങ്കിൽ ഇയാൾ വീഡിയോ ഇടും, ഇല്ലെങ്കിൽ പിന്നെ ഇയാളെ കാര്യം പോക്കാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വീഡിയോയുടെ കിടക്കുന്നുണ്ടാവും. ഇയാളെ പിന്നെ തപ്പിപ്പിടിച്ച് പോലീസ് എടുത്തോട്ടെ, എവിടുന്നെങ്കിലും കിട്ടിയാലായി എന്ന് പറഞ്ഞ് വിടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇയാളുടെ തന്നെ ഇനി ബാക്കി വീഡിയോസ് വന്നിട്ട് ഇതിനൊരു അപ്ഡേറ്റ് ഞാൻ തരാം. അതുവരെ മാതാമൃതാനന്ദമയിയുടെ വിശ്വാസികൾ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോവുക. ഞാൻ അങ്ങനെ ഒരു ആൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. എൻ്റെ അമ്മമ്മ പണ്ട് സായി കൃഷ്ണൻ എന്നുള്ളൊരു പേരിട്ടതൊന്നുകൂടി കൂടിയിട്ട് ഒരു ആൾ ദൈവത്തിൻ്റെ പേര് എൻ്റെ ഒപ്പം കൂടി അങ്ങോട്ട് ആയിപ്പോയതാണ്. അമ്മമ്മ സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് അത് മാറ്റാനും പറ്റുന്നില്ല. ആ കൊടൂര കാട്ടുകള്ളൻ്റെ പേരും കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയായിട്ടുണ്ട് എനിക്ക്. ഇത് ഞാൻ അന്നത്തെ വീഡിയോയിലും പറയുന്നു, ഇപ്പോഴും പറയുന്നു, ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒന്നും പരിപാടികൾ ദയവ് ചെയ്തിട്ട് പാരൻസ് കുട്ടികളോട് ചെയ്യാതിരിക്കുക. എനിക്കോ കിട്ടി ചെയ്യാതിരിക്കുക. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇനി ആകെ നമുക്ക് കോർപ്പറേറ്റ് ദേവിയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ നോക്കാം.